ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ മോട്ടം കണ്ടുപിടിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഒരു MR വെബ്ഷൂട്ട് ഉണ്ടായിരുന്നു. സോ അതിൻ്റെ അഡ്വൈസറി വേർഷനാണ് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വർക്കിനായിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലൂവിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നമ്മുടെ ഈ ഗ്ലൂവിൻ്റെ ബോട്ടിലിൻ്റെ ക്യാപ്പ് നമുക്കിപ്പോൾ ജസ്റ്റ് ഊരിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഗ്ലൂ വരുന്ന ഈ ഒരു പാർട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മോഡൽ വേണം. ഇത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ലൈറ്ററിൻ്റെ ഉള്ളിൽ നിന്നാണ്, അതായത് ഈ ഒരു പാർട്ട്. ഓക്കെ, ഇനി നമ്മളൊരു വാൽവ് എടുത്തിട്ടുണ്ട്, നമ്മുടെ ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു വാൽവും ഈ ഒരു സെറ്റപ്പ് നമ്മുടെ ആ ഒരു ക്യാപ്പിൻ്റെ ഇവിടേക്ക് നമുക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ ആ ഹോളൊന്ന് വലുതാക്കി കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് അതൊന്ന് ഇറക്കി വെച്ച് നോക്കാം. പിന്നത്തെ കാര്യം, ഇത് നല്ല എയർ ടൈറ്റായിട്ട് ഇരിക്കണം. ഓക്കെ, ഇത് ഒരു ലൈറ്ററിൻ്റെ മുകൾ വശം തന്നെയാണ്. അത് നമുക്കത് ഈ ഒരു ക്യാപ്പിൻ്റെ ഈ വശത്തായിട്ട് ജസ്റ്റ് ഒന്ന് ചൊട്ടിക്കണം. അത് ഒട്ടിക്കാൻ മുമ്പ് നമ്മുടെ ഈ ഒരു ഗ്രിപ്പ് ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ച് കളയേണ്ടതാണ്. ഓക്കെ, ഇനി നമ്മൾ മുമ്പ് എടുത്ത ലൈറ്ററിനുള്ളിലത്തെ ഈ ഒരു പാർട്ട് എടുത്ത് നമ്മുടെ ക്യാപ്പിനുള്ളിലേക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ഐസ്ക്രീം സ്റ്റിക്ക് വേണം. അതിലേക്കൊരു ഹോളും കൊണ്ടിട്ട് ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ആ ലൈറ്ററിൻ്റെ ആ ഒരു മുകൾ വശമില്ലേ, അത് നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടതാണ്. ഓക്കെ, നമുക്ക് ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ എസൻസ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് റിയൽ ലൈറ്ററാണ്. ഇപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ലൈറ്ററാണ്. ഓക്കെ, ഇത് രണ്ടും ഏകദേശം ഒരേ ഫങ്ഷൻ തന്നെയാണ്. ഓക്കെ, നമുക്കിനി ജസ്റ്റ് ഒരു വുഡിൻ്റെ പീസ് ഇവിടെ ഒട്ടിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിരുന്ന ഒരു വെബ് ഷൂട്ടറിൻ്റെ ഈ ഒരു ട്രിഗർ അതിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു PVC പൈപ്പിൻ്റെ ചെറിയൊരു പീസാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വെബ് കാറ്റേജ് ഇറങ്ങിയിരിക്കാനുള്ള ആ ഒരു പാർട്ടാണ്. ഓക്കെ, ബാക്കി രണ്ട് സൈഡിലുള്ള സ്റ്റാഫ് ഒക്കെ ഉള്ള ഹോളാണ്. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വശത്തേക്കാണ് വളഞ്ഞിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വശത്തേക്ക് വളച്ചെടുക്കുക, അതായത് നമ്മുടെ കൈക്ക് സൂട്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ് ഷൂട്ടറിൻ്റെ ബേസ് വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ വെബ് ഷൂട്ടർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴയ ട്രിഗറിൻ്റെ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ പുതിയൊരു ഒരെണ്ണം വെക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാഫ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ജസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ വരുത്തണം. നമ്മുടെ ഈ ഒരു വാൽവ് ഡാമേജ് ആയിപ്പോകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ലിക്വിഡും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ഇതിനുള്ള സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയിപ്പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വാൽവ് ചേഞ്ച് ചെയ്യുന്ന കാര്യം ഈ ഒരു ടൈപ്പിൽ പെട്ടെന്ന് പറ്റത്തില്ല. ഓക്കെ, സോ നമുക്ക്
അതൊന്ന് ജസ്റ്റ് ഒന്ന് മോഡിഫിക്കേഷൻ നടത്താം. അതായത് നമ്മുടെ ഈ ഒരു ക്യാപ്പ് സെപ്പറേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ആ ഒരു മോഡലും പിന്നെ നമ്മുടെ ലൈറ്ററിൻ്റെ ആ ഒരു മോഡലും കൂടെ മാത്രം വെച്ച് ഒട്ടിച്ചെടുക്കാം. ഓക്കെ, ഇത് നമ്മുടെ ക്യാപ്പിൻ്റെ ലോക്കാണ്. ഓക്കെ, എന്നിട്ട് ഈ ഒരു പേപ്പർ പീസ് മാത്രം നമ്മുടെ ആ ഐസ്ക്രീം സ്റ്റിക്കും ബോഡിയായിട്ട് മാത്രം ഒട്ടിച്ച് വെക്കുക. ഓക്കെ, ഇതേപോലെ. ഓക്കെ, ഇനി നമ്മൾക്ക് ഈ ഒരു പേപ്പറിൻ്റെ മോഡൽ ഇച്ചിരി കട്ടിക്കുറവാണ്. സോ നമുക്കത് ഫെവിക്വിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ടി കൂട്ടി കൊടുക്കണം. ഓക്കെ, ഇത് നമുക്കൊരു കൂളിംഗ് ഫോം എടുത്തിട്ടുണ്ട്, അതായത് സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ വെബ് ഷൂട്ടർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. പിന്നെ തീർച്ചയായിട്ടും ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്ത ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. Road to 2K. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.